രാവിലെ ആയോ സമയം? എന്തായാലും ഇന്നലെ കണ്ട ആ പ്രയത്നം കുറിച്ച് ഇവരോട് പറഞ്ഞാൽ പറ്റത്തുള്ളൂ, അച്ഛനും അമ്മയോടും എല്ലാവരോടും. ഇപ്പം തന്നെ ഞാൻ പോയി പറയാം അവരോട്. അമ്മൂമ്മേ, ആഹാ മക്കൾ എഴുന്നേറ്റോ? ഇതൊന്നും പറ്റി രാവിലെ പേടിച്ചിരിക്കുന്നേ? അമ്മൂമ്മ, ഞാൻ ഇന്നലെ ഒരു പ്രയത്നം കണ്ടെന്ന് രാത്രി പറഞ്ഞില്ല അമ്മൂമ്മയോട്? ആ പ്രയത്നം ഞാൻ ശരിക്കും കണ്ട്. ആ പ്രയത്നം കണ്ട് 2 പ്രാവശ്യം ഞാൻ ബോധം കെട്ട് വീണ്. മക്കളെ കണ്ട മക്കൾക്ക് തോന്നുന്നതായിരിക്കും. എൻ്റെ പൊന്നമ്മൂമ്മ, ഞാൻ നീ എങ്ങനെ അമ്മൂമ്മ വിശ്വസിപ്പിക്കണ്ട? വേണേ ആ പ്രയത്നം കാണിച്ചു വേണം വിശ്വസിപ്പിക്കുക. ഒന്ന് വിശ്വസിക്കാം അമ്മൂമ്മ, സത്യമായിട്ട് ആ പ്രയത്നം ഞാൻ കണ്ടതാ. അല്ല കണ്ട, നീ ഉറപ്പായിട്ട് തന്നെ കണ്ടായിരുന്നോ? എങ്ങനെ ഇരിക്കുന്നേ? അതിനെ കണ്ട ഒരു ബ്ലാക്ക് കളറ്, തലയിലൊക്കെ ആണെങ്കിൽ കൊമ്പൊക്കെ ഉണ്ട് പോലെ തോന്നുന്നു. കൊമ്പൊക്കെ ഉണ്ട് തല. പിന്നെ കണ്ണാണെങ്കിൽ മഞ്ഞ കളറ്, നല്ല മഞ്ഞ കളറ്. അതിനെ ഞാൻ കണ്ടിച്ച് 2 പ്രാവശ്യം ബോധം കെട്ടുപിടി. ഞാൻ പേടിച്ച്. തുമ്പിയാണെങ്കിൽ പോത്ത് വെട്ടിയിട്ട് കിടന്ന് ഉറക്കുക. അവളാണെങ്കിൽ ഈ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാതെ ഇപ്പോഴും കിടന്ന് ഉറങ്ങുന്നുണ്ട് അവള്. എന്തേ അമ്മൂമ്മ, അച്ഛൻ പോയോ? ആ, അച്ഛനൊക്കെ പോയി. അയ്യോ, അച്ഛൻ പോയാ? പേടി വരുന്നത്. ആ, അച്ഛൻ വൈകിട്ട് വരുമല്ലോ, പറഞ്ഞാലോ, പേടിക്കണ്ട. അയ്യോ അമ്മൂമ്മ, അമ്മ ഓടി വാ. അയ്യോ, അത് തുമ്പി നില വിളിക്കുന്ന സൗണ്ട് അല്ലേ? ബാ, പെട്ടെന്ന് പോയി നോക്ക് എന്തുവാന്ന്. എന്തോ പറ്റി തുമ്പി, നീ നില വിളിച്ചേ? മോളെന്താ വല്ല 8 എല്ലാം കണ്ട് പേടിച്ചാണോ? അമ്മൂമ്മ പറഞ്ഞോണ്ടിരിക്കാൻ നോക്കുന്നു. ഇതെന്തോ സാധനം ഇത്? ഇതെന്തോ ചിക്കൻ അല്ലേ ഇത്? ഇതെങ്ങനെ പറഞ്ഞു നിൽക്കുന്നേ? അയ്യോ, ഇന്നലെ കണ്ട പ്രേതത്തിന്റെ കളിയാ അമ്മൂമ്മ. ഇന്നലെ കണ്ട പ്രേതോ? എന്താ പറയുന്നു ചേട്ടൻ? നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാം ഞാൻ ഇന്നലെ. നീ അവിടെ പോത്ത് വെട്ടിയിട്ടല്ല കിടന്ന് ഉറങ്ങുന്നത്, പിന്നെ നീ എങ്ങനെ അറിയാനാ? ഓ, അത് ശരി. അപ്പൊ എന്നെ വിളിക്കത്തില്ലായിരുന്നു ചേട്ടന് പ്രാർത്ഥന കെട്ടിക്ക്? നിന്നെ വിളിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് വേണം പ്രാർത്ഥന കണ്ട് ബോധം കെട്ടി വീഴാനായിട്ട്. ഞാനും ബോധം കെട്ടി വീണു ഇവിടെ. പ്രാർത്ഥന കണ്ട് ബെഡേ തന്നെ 2 പ്രാവശ്യം. അല്ല ചേട്ടാ, ആ പ്രാർത്ഥന കണ്ട് എങ്ങനെ ഇരിക്കുന്നേ? വെള്ളസാരി കൊടുത്ത പ്രേതമാണോ? പിന്നെ വെള്ളസാരി നല്ല കറുത്ത സാരി ഇട്ടേക്കുന്നേ. ഒന്ന് പോടി അവിടുന്ന്. അത് സാരി ഒന്നുമില്ല, അത് വേറെന്തോ ഒരു സാധനം. അത് കണ്ടാൽ തന്നെ പേടിച്ചു. തലയിലാണെങ്കിൽ കൊമ്പ്, പിന്നെ എൻ്റെ കണ്ണാണെങ്കിൽ മഞ്ഞ കളറ്. മഞ്ഞ കളറാ? ഇതെന്തോ മഞ്ഞ കളറുള്ള പ്രേതമായപ്പം? മഞ്ഞ കളറുള്ള പ്രേതം അല്ലടി, കറുപ്പ് കളറുള്ള പ്രേതം. ഈ ചിക്കനൊക്കെ പൊരിച്ചത് എങ്ങനെയാ പറന്ന് നിൽക്കുന്നേ? അതല്ലേ അമ്മൂമ്മ ഞാൻ മുമ്പ് നല്ല പച്ച മലയാളത്തിൽ പറഞ്ഞില്ലേ പ്രേതം ഉണ്ടെന്ന്? പ്രേതമില്ല, ചുമ്മാ പറന്ന് നിൽക്ക്. കോഴി എന്തോ പറന്ന് നിൽക്കുന്ന കാണുന്നില്ലല്ലോ ഇവിടെ. ഇത്ര നേരം ഉണ്ടായിരുന്നില്ല, ഇതോടെ പോയി. ഞാൻ പറഞ്ഞില്ലേ അമ്മൂമ്മ, നല്ല പച്ച മലയാളത്തിൽ ഞാൻ പറഞ്ഞില്ല ആ പ്രേതത്തിന്റെ കളി ഏതൊക്കെ? അല്ലെങ്കിൽ ഇങ്ങനെ പൊരിച്ച കോഴിയൊക്കെ എങ്ങനെങ്കിലും പറന്ന് നിൽക്കുവോ? എന്താ ഇവിടെ നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാനാ. ഏത് ഞാനാ? ഞാനാണ് പ്രേതം. അമ്മൂമ്മ, ആ പ്രേതത്തിന് സൗണ്ട് കേട്ടോ ഒറ്റ ഓട്ട് ഓടി. എടി നീ എഴുന്നേറ്റ് ഓടി, പെട്ടെന്ന് ഓടണം നമുക്ക്. അയ്യോ ചേട്ടാ, എന്നെ ഇട്ടിട്ട് പോലെ ഞാനായിരുന്നു. നിക്ക്. അമ്മ എന്താ എന്നെ ഇങ്ങോട്ട് വിളിച്ചോന്ന് വന്നേ? നന്ദിനി, ഇതൊരു ചെറിയൊരു കഥയാന്ന് തോന്നുന്നു, പക്ഷെ വലിയൊരു സംഭവം ഇത്. അമ്മ എന്താന്ന് പറ. എന്റെ അമ്മ, പ്രേതോ? അല്ല മക്കളെന്തേ? മക്കളിതേ ബെഡ്റൂമിലുണ്ടോ? പ്രേതത്തിന് സമയത്ത് ഞാൻ പെട്ടെന്ന് പേടിച്ചോടി. അവരെ കൂടെ കൂട്ടാൻ മറന്നു പോയി. ഏണ്ട അവര് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഓടി വരുന്നുണ്ട്. മക്കളെ പതിയെ വീഴും. വീഴാനൊന്നും സമയമില്ല അമ്മ. വീണാനും കുഴപ്പമൊന്നുമില്ല, കുറച്ച് പരിക്ക് പറ്റിയാലും കുഴപ്പമൊന്നുമില്ല. അയ്യോ എന്റെ പ്രേതം. എന്തായാലും അമ്മൂമ്മ നല്ല പരിപാടിയായിട്ടാണ് കാണിച്ചു. ഞങ്ങളെ 2 പേരും ഇടിച്ച് ഒറ്റ ഓട്ടം അമ്മൂമ്മ. അതുകൊണ്ട് മക്കൾ നന്ദിനിയും കൂടെ വിളിച്ച് ഇങ്ങോട്ട് പെട്ടെന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഓടി. ഞാൻ ആ അഭിപ്രായത്തിൽ നിങ്ങളെ വിളിക്കാതെ ഓടിയതാ, നന്ദിനി ഇങ്ങോട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വിടാനായിട്ട്. ആ പ്രേതത്തിന് സൗണ്ടൊന്നും കേൾക്കുന്നില്ലല്ലോ. ഇനി ആ പ്രേതത്തിന് സൗണ്ട് ഉണ്ടാക്കാതിരുന്നാൽ മതി, അതാ നല്ലത്. ഇനി അത് സൗണ്ടൊന്നും ഉണ്ടാക്കുന്നില്ലെന്ന് തോന്നുന്നു. ഞാൻ സൗണ്ട് ഉണ്ടാക്കുന്നില്ലല്ലേ നിങ്ങൾ പറഞ്ഞത്? അപ്പൊ ഞാൻ സൗണ്ട് ഉണ്ടാക്കി. ഇനി ആ പരാതി വേണ്ട. അയ്യോ എന്റെ അമ്മ, ആ പ്രേതത്തിന്റെ സൗണ്ടല്ലേ കേൾക്കുന്നേ? അയ്യോ എന്റെ അമ്മച്ചി അച്ഛനും ചോദിക്കുവോ ഇനി എന്താ ചെയ്യാവോ? എന്റെ ഭഗവാനെ, അയ്യോ.
അയ്യോ പ്രേതമേ, ഞങ്ങളൊന്നും ചെയ്യല്ലേ, അയ്യോ. എങ്ങനെയാ ഒന്നും ചെയ്യാതിരിക്കുന്നേ? നിങ്ങളെ എല്ലാവരും ഞാൻ ശരിയാക്കി തരാം. ഇന്ന് രാത്രി ഞാൻ വരാം. ഇപ്പൊ എനിക്ക് നിങ്ങളുടെ മുമ്പിലോട്ട് വരാൻ പറ്റത്തില്ല, രാവിലെ ആയതുകൊണ്ട്. രാത്രി നിങ്ങളുടെ മുമ്പിൽ എല്ലാവരും മുമ്പ് ഞാൻ പ്രത്യക്ഷപ്പെട്ട് നിങ്ങളെല്ലാവരും പേടിപ്പിച്ച് ബോധം കെടുത്തു ഞാൻ. നീ പോടാ പ്രേതമേ, മനുഷ്യനായിട്ട് ഇങ്ങനെ പേടിപ്പിക്കാതെ. നീ പോടാ മണ്ടൻ ചെക്ക, നിനക്ക് ഞാൻ രാത്രി ശരിയാക്കി തരാം. അമ്മ നമുക്ക് ഇവിടുന്ന് രാത്രിക്ക് മുമ്പ് എവിടെയെങ്കിലും പോയി കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ ആകുമ്പോ വന്നാ മതിയല്ലേ? ആ രമയുടെ ഒക്കെ വീട്ടിൽ പോകാൻ പറഞ്ഞോലെ, ഈ പ്രേതത്തിനെ ഒഴിപ്പിക്കുന്നവരെ. ആ അതാ നല്ലത്. പക്ഷെ ആ പ്രേതങ്ങൾ അങ്ങോട്ട് വന്നാൽ അവരൊക്കെ ഒരു ശല്യമാകത്തില്ലേ? അതുകൊണ്ട് നമുക്ക് പോകണ്ട, നമുക്ക് അവിടെ റൂം എടുക്കാം. ആ അതല്ല അല്ലേ, രമമാമിയുടെ വീട്ടിൽ പ്രേതങ്ങൾ വന്നാൽ അവർക്ക് വലിയ ശല്യമാകത്തില്ല. പിന്നെ എങ്ങനെ ഓടിക്കുമ്പോൾ കുറേ പൈസ കഴിക്കത്തില്ലേ? അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇപ്പം അവിടെ പോകണ്ട. നമുക്ക് തൽക്കാലം ഇവിടെ പോവാം, എവിടെയെങ്കിലും റൂം എടുക്കാം. നമുക്കൊരു 5 മണിയൊക്കെ ആകുമ്പോൾ റൂം എടുത്താൽ മതി. 5 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് റൂം എടുക്കാം. ആ അത് മതി. A few moments later. നമുക്ക് പെട്ടെന്ന് ഇറങ്ങാം ഇവിടുന്ന്. ഒരു റൂം കിട്ടിയപ്പോഴൊരു സമാധാനമായേ. ഇനി ആ പ്രയത്തിന് ഒട്ടും പേടിക്കണ്ടല്ലോ. അല്ലതെന്തിനു രമേശ്, നമ്മളെല്ലാരും കൂടെ എവിടെ കിടക്കും? ആകെ ഇവിടെ ഒരു ഒറ്റ കട്ടിലല്ലേ ഉള്ളൂ. മക്കൾ 2 പേരും കട്ടിലേലും നമ്മൾ 3 പേരും നിലത്ത് കിടക്കാം. അല്ലതെന്തിനു നിനക്ക് ഈ കട്ടിക്കത്ത് കിടക്കാൻ പറ്റുമോ? കാരണം വയറ്റിൽ കുഞ്ഞില്ലേ, കിടക്കാൻ പ്രയാസമല്ലേ? അതൊന്നും കുഴപ്പമില്ലമ്മേ, കുറച്ച് തുണിയൊക്കെ കുറിച്ചിട്ട് വന്നാൽ മതി. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ രാത്രി വിളിക്കണേ. ആ ശരി അമ്മേ. അല്ലാതെ കുഞ്ഞിപ്പോൾ വൈകി വന്നിട്ട് 8 മാസമായില്ലേ? ഇനി 2 മാസം കഴിഞ്ഞ ഒരു കുഞ്ഞിക്കാലം കാണാലോ. ഒന്ന് ഇറങ്ങാം അമ്മ നമുക്ക്. ആ ശരി മോളെ. മക്കളെ ഇവന്ന് വിളിച്ചിട്ട് വിളി കേൾക്കുന്നില്ലല്ലോ. അടുക്കളയിലായിരിക്കും എല്ലാവരും. നോക്കിയിട്ട് വരാം. ഇവരെ ഞാൻ മുറ്റത്തൊക്കെ തപ്പിയല്ലോ. മുറ്റത്തൊന്നും ഞാൻ ഈ വഴി കയറി വന്ന്. ഇവര് എന്നിട്ട് ഇവിടെ ഇല്ലല്ലോ. ഇവരിത് എവിടെ പോയി? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇവരിത് എവിടെ പോയി? ചിലപ്പോ ബെഡ്റൂമിൽ പോയി നോക്കി. ഞാൻ എന്തായാലും ബെഡ്റൂമിൽ പോയി നോക്കിയില്ലല്ലോ. ഉറങ്ങുമായിരിക്കും എല്ലാവരും. ഇവിടെ മക്കളെയും കാണുന്നില്ല, ആരെയും കാണുന്നില്ലല്ലോ. ഇവര് രാത്രി ഇത് അവിടെ പോയി? നന്ദിനി കിടക്കുന്ന ബെഡ്റൂമിൽ നോക്കാം. അവര് ചിലപ്പോ അവിടെ ഉണ്ടായിരിക്കും. എന്റെ ഭഗവാൻ, ഇവരുടെ അവിടെ പോയി? ഇവരെ കാണുന്നില്ലല്ലോ ഇവിടുന്നും. അതാരും ശരിക്കുന്നേ? ഓടിക്കോ എന്റെ അമ്മേ. അയ്യോ, ഈ നന്ദിനൊക്കെ ഇത് അവിടെ പോയി കിടക്കുവോ? അത് മാത്രല്ല, ഇത് എവിടുന്ന ഈ പ്രേതം? അയ്യോ, നന്ദിനി ഒന്ന് ഫോൺ വിളിച്ച് നോക്കട്ടെ. ആ ഹലോ നന്ദിനി, നിങ്ങൾ എവിടെയാ? ഹോട്ടൽ റൂമിലാ? നിങ്ങൾ എന്തിനാ അവിടെ പോയത്? നടന്ന കാര്യങ്ങളല്ലേ ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോ ആണെങ്കിൽ ഒരു പ്രേതത്തിനെ കണ്ടു, ഒരു കറുത്ത പ്രേതം. ആ ഏട്ടാ, അതിന് ശല്യം കാരണം ഞങ്ങള് ഈ ഹോട്ടൽ റൂമിലോട്ട് വന്നേ. ഏട്ടനാണെങ്കിൽ ഫസ്റ്റ് തമ്പാനൂര് വരണം. തമ്പാനൂര് ഇത് ഹോട്ടൽ എടുത്തേക്കുന്ന ഞങ്ങള്. ആ ശരി ശരി, ഞാൻ അങ്ങോട്ട് വരാം. അയ്യോ നന്ദിനി, ഞാനാണെങ്കിൽ ആ പ്രേതത്തിനെ കൊണ്ട് പേടിച്ചു പോയി. അയ്യോ ഏട്ടാ, എന്തെങ്കിലും പറ്റിയോ? ഇല്ല, അതിന് എനിക്കൊന്നും പറ്റിയില്ല. എന്നെ എന്തെങ്കിലുമൊക്കെ ചേർന്ന് തോന്നുന്നു. ഞാൻ അവിടെ നിന്നാൽ തന്നെ പെട്ടെന്ന് ആ കണ്ട ആ സ്പോട്ടിൽ തന്നെ ഞാൻ പെട്ടെന്ന് മുറ്റത്തോട്ട് ഓടി. എന്തൊരു പേടി വരുന്ന പ്രേതം അത്. നമ്മളൊക്കെ എത്ര പ്രേതത്തിന് കിട്ടിയിട്ടുണ്ട്, അതിനെ കണ്ട പേടി വരത്തേയില്ല. ഇത് എന്തൊരു പേടി വരുന്നതിന് മുഖം കണ്ടിക്കും. മുഖം, തല, അതിന് ദേഹമൊക്കെ കറുത്ത എന്തോ പേടി വന്നിട്ട് പോയി എനിക്ക്. അയ്യോ, കണ്ണനാണെങ്കിൽ 2 പ്രാവശ്യം ബോധം കെട്ടെന്ന് പറഞ്ഞു പ്രേതത്തിനെ കണ്ടിക്കാൻ മുമ്പ് പറഞ്ഞില്ലേ? ആ 2 പ്രാവശ്യം ബോധം കെട്ടില്ലേ? അതുപോലെ പേടി വരുന്നു. ഞാൻ ശരിക്കും ബോധം കെട്ടി വേണ്ട, പെട്ടെന്ന് തന്നെ മൈൻഡ് കൺട്രോൾ ചെയ്ത് പെട്ടെന്ന് ഓടിയാ. അല്ലെങ്കിൽ ഞാൻ ബോധം കെട്ടിയിരുന്നിട്ട് ആ പ്രേതം എന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്താനെ. അല്ല മക്കളെന്തേ? അവരുടെ ഏട്ടന്റെ പറയ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ആഹാ, നല്ല ഉറക്കമാണല്ലോ. ബാധ വന്നിട്ട് കിടക്കാം. ഞാൻ ഈ ഹോട്ടൽ റൂമിൽ വന്നിട്ടുണ്ട്. ഇനി നാളെ രാവിലെ ഞാൻ ഇവരെ ശരിയാക്കുന്നുണ്ട്.
ഇവരുടെ കളി എന്റെ അടുത്തല്ലേ. ഇവർ ഓടി രക്ഷപ്പെട്ട് ഓടിപ്പോയില്ലേ. ഇപ്പൊ ഇവർ ഓടി രക്ഷപ്പെട്ട് ഓടി വന്ന് ഇവിടെ താമസിച്ചില്ലേ. ഇവരെ ഞാൻ ശരിയാക്കും. ഇവിടെ തന്നെയല്ലേ ഇവർ നിൽക്കുന്ന. എന്തായാലും കുറച്ച് ദിവസത്തേക്ക് ഇവരെ ഞാൻ ശരിയാക്കുന്നുണ്ട്.